കാഞ്ഞങ്ങാട് കിഴക്കങ്കര മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി പണിതീർത്ത കളിയിടം വർണ്ണക്കൂടാരം കുട്ടികൾക്ക് സമർപ്പിച്ചു. 13 ഇടങ്ങളടങ്ങിയ കൂടാരം മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. സമഗ്ര ശിക്ഷ കേരള അനുവദിച്ച 10 ലക്ഷം രൂപയും അജാനൂർ ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച 5 ലക്ഷം രൂപയും ഇതോടൊപ്പം സ്കൂൾ PTA-യുടെയും വികസന സമിതിയുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും എല്ലാം സഹായം മുതൽക്കൂട്ടിയാണ് കിഴക്കങ്കര മുച്ചിലോട്ട് ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ സ്കൂൾ വർണ്ണക്കൂടാരം ഒരുക്കിയത്. ഗണിതം, ശാസ്ത്രം, കരകൗശലം, സംഗീതം, നിർമ്മാണം, അകംവാതിൽ, പുറംവാതിൽ, കളിയിടം, കുഞ്ഞരങ്ങ്, ശലഭോദ്യാനം തുടങ്ങിയ ആകർഷകമായ 13 പ്രവർത്തന ഇടങ്ങൾ അടങ്ങിയതാണ് സ്റ്റാർസ് വർണ്ണക്കൂടാരം. കുട്ടികൾക്ക് കണ്ടും അനുഭവിച്ചറിഞ്ഞും പഠിക്കാൻ സഹായകരമാകുന്ന ക്രമീകരണങ്ങളോടെയാണ് വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത്. മണ്ഡലം MLA E. ചന്ദ്രശേഖരൻ കൂടാരം കുട്ടികൾക്കായി സമർപ്പിച്ചു. പ്രീ പ്രൈമറി വിദ്യാലയങ്ങൾ വരികയും ആ പ്രീ പ്രൈമറി ഉള്ള വിദ്യാലയങ്ങളിൽ കുട്ടികളെ ആകർഷിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അവിടെ അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുക എന്നതിൽ അവർ അവരുടേതായ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുകയാണ്. ഈ കുട്ടികളെങ്കിലും ഇവിടെ തന്നെ പ്രീ പ്രൈമറി കഴിഞ്ഞാൽ അവർ പഠിക്കുക. അങ്ങനെയാണ് നമുക്ക് ഇനി ഇതിൻ്റെ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുന്നത്. അതാത് വിദ്യാലയങ്ങളിൽ പ്രീ പ്രൈമറി കഴിഞ്ഞാൽ അവിടെ സ്കൂളിൽ ചേരും, സ്വാഭാവികമായി അവിടെ ചേരാനാണ് സാധ്യത. അപ്പോൾ ആ സ്കൂൾ കുറേ വർഷക്കാലത്തേക്ക് ഈ കുട്ടികളുടെ ക്ലാസ്സുകളിലേക്ക് കുട്ടികൾ വരുന്നില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി കുറയും. ചടങ്ങിൽ അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. സബീഷ് അധ്യക്ഷനായി. കാസർഗോഡ് ജില്ലാ SSK DPC VS ബിജുരാജ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ പുതുതായി 1ാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ പ്രവേശന ഫോറം ഏറ്റുവാങ്ങി. ജനപ്രതിനിധികളായ K. മീന, K. കൃഷ്ണൻ, ഷീബ ഉമ്മർ, A. ദാമോദരൻ, KV. ലക്ഷ്മി, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരായ KP. രഞ്ജിത്ത്, MH. അബ്ദുൽ സലാം, P. രാജശ്രീ, സ്കൂൾ വികസന സമിതി അംഗങ്ങളായ K. വിശ്വനാഥൻ, MB. രാഘവൻ, PV. ബാലകൃഷ്ണൻ, B. സുമംഗല, K. ഉഷ, P. സവിത, V. നാരായണൻ, K. രാകേഷ്, മുഹമ്മദ് പവാസ് എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക M. അനിത സ്വാഗതവും PTA പ്രസിഡന്റ് രാജീവൻ മണലിൽ നന്ദിയും പറഞ്ഞു.